മറ്റൊരു വലിയ തമാശ MSFന്റെ സംസ്ഥാന അധ്യക്ഷന്റെ കഴിഞ്ഞ ദിവസത്തെ പത്രസമ്മേളനമായിരുന്നു. ആദ്യഘട്ടത്തിൽ, അത് ആഴ്ചകൾക്ക് മുൻപ് അവർ ഉന്നയിച്ച ഒരു ആരോപണമായിരുന്നു. ആ ഘട്ടത്തിൽ തന്നെ അതിൻ്റെ വിശദാംശങ്ങൾ പുറത്തേക്ക് വിട്ട് ഞങ്ങൾ അതിനെ അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളഞ്ഞതായിരുന്നു. ആരോപണം മറ്റൊന്നും ആയിരുന്നില്ല. കഴിഞ്ഞ ആഴ്ചകളിലായിരുന്നു കാലിക്കറ്റ് സർവകലാശാലയ്ക്കകത്ത് ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റുഡൻസ് യൂണിയൻ്റെ ഓഫീസ് MSFന്റെ പ്രവർത്തകർ അടിച്ച് തകർക്കുന്നത്. ആ അടിച്ച് തകർക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഞങ്ങൾ പുറത്തേക്ക് വിട്ടു. കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് ആ ദൃശ്യം ഞങ്ങൾ നൽകി. എന്നാൽ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഒന്നും തന്നെ ആ ദൃശ്യങ്ങൾ സംരക്ഷണം ചെയ്യുന്നതിന് വേണ്ടിയും, ഒരു ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ക്യാമ്പസ് യൂണിയൻ്റെ ഓഫീസാണ് ക്രിമിനലുകൾ സംഘം ചേർന്ന് അടിച്ച് പൊളിക്കുന്നത്. അതിൽ MSFന്റെ സംസ്ഥാന ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള ആളുകൾ പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡിൽ പോയി. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ആക്രമിച്ചു. ആ വാർത്ത കൊടുക്കുന്നതിന് വേണ്ടി ആരും തയ്യാറായില്ല. ഈ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തേക്ക് വന്ന ഘട്ടത്തിൽ MSFന്റെ സംസ്ഥാന പ്രസിഡന്റ് രചിച്ച് പുറത്തിറക്കിയ ഒരു തിരക്കഥ ഉണ്ടായിരുന്നു. ആ തിരക്കഥ ഇതായിരുന്നു: അവിടെ സർവകലാശാല യൂണിയൻ്റെ ഓഫീസും ആക്രമിച്ചു. സർവകലാശാല യൂണിയൻ്റെ ഓഫീസ് ആരാ ആക്രമിച്ചത്? ഈ അക്രമ പ്രവർത്തനത്തിന് ശേഷം കൗണ്ടർ കേസ് കൊടുക്കുന്നതിന് വേണ്ടി MSFകാർ തന്നെ അടിച്ചു പൊളിച്ചു സർവകലാശാല യൂണിയൻ്റെ ഓഫീസ്. അതിനോടൊപ്പം രണ്ടാമത്തെ ആരോപണമായിരുന്നു SFയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമായ SFയുടെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ആയിട്ടുള്ള ഈ അഫ്സൽ 5,70,000 രൂപ സർവകലാശാല യൂണിയൻ ഓഫീസിൽ നിന്നും എടുത്തുകൊണ്ടുപോയി. ഇന്നലെയും PK നവാസ് MSFന്റെ സംസ്ഥാന പ്രസിഡന്റ് ആവർത്തിച്ച് മാധ്യമങ്ങളുടെ മുൻപിൽ പറയുന്നതായി കേട്ടു. അഫ്സൽ 5,70,000 രൂപയും കൊണ്ട് പോകുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. അതങ്ങനെയല്ല എങ്കിൽ പൊതുസമൂഹത്തിന് മുൻപിൽ 1000 തവണ മാപ്പ് പറയാൻ തയ്യാറാണ് എന്നുള്ളതാണ് നവാസ് പറഞ്ഞത്. നവാസി പറയപ്പെടുന്ന ദിവസം SFയുടെ കേന്ദ്ര കമ്മിറ്റി യോഗം മഹാരാഷ്ട്രയിൽ നടക്കുകയാണ്. ഞങ്ങളെല്ലാവരും, ഞാനും അനുശ്രീയും അഫ്സലൊക്കെ ഉൾപ്പെടെയുള്ള SFയുടെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളാകെ മഹാരാഷ്ട്രയിലുള്ള ഘട്ടത്തിലാണ് കാലിക്കറ്റ് സർവകലാശാല യൂണിയൻ ഓഫീസിൽ നിന്ന് 5,70,000 രൂപയായിട്ട് അഫ്സൽ കടന്നു കളഞ്ഞു എന്നുള്ള വെളിപാടുമായിട്ട് PK നവാസ് എത്തുന്നത്. സർവകലാശാല യൂണിയൻ്റെ ഫണ്ടുമായി ബന്ധപ്പെട്ട് നേരത്തെ ഞങ്ങൾ പരാതി കൊടുത്തിട്ടുള്ളതാണ്. നേരത്തെ വിവിധങ്ങളായിട്ടുള്ള ആക്ഷേപം ഉന്നയിച്ചിട്ടുള്ളതാണ്. ഈ അക്രമ പ്രവർത്തനം നടത്തുന്നതിനോടൊപ്പം വിദ്യാർത്ഥികളുടെ കയ്യിൽ നിന്ന് സമാഹരിക്കപ്പെട്ടിട്ടുള്ള സർവകലാശാല യൂണിയൻ്റെ ഫണ്ട് കട്ടുകൊണ്ട് പോകാമെന്നാണ് PK നവാസ് കരുതിയെന്നുണ്ടെങ്കിൽ അതിന് ഞങ്ങൾ മറുപടി പറയിക്കുമെന്നുള്ളതിനകത്തൊരു തർക്കമില്ല. അങ്ങനെ കട്ടുകൊണ്ട് ഇതിനൊക്കെ മറവിൽ ആ 5,70,000 രൂപ പോക്കറ്റിലിട്ട് ലീഗ് ഓഫീസിലേക്ക് പോകാം. ഇതിനു മുൻപ് PK ഫിറോസ് ഉൾപ്പെടെയുള്ള ആളുകൾ കത്തോ ഫണ്ട് ഉൾപ്പെടെ എങ്ങനെയാണോ വെട്ടിച്ചത്, സമാനമായ നിലയിൽ സർവകലാശാല യൂണിയൻ്റെ ഫണ്ട് മുക്കാം എന്ന് നവാസ് കരുതിയിട്ടുണ്ടെങ്കിൽ ആ പൈസ നവാസിനെ കൊണ്ട് ഞങ്ങൾ തീറ്റിക്കില്ല എന്ന് പ്രഖ്യാപിക്കാൻ ഈ അവസരം ഞങ്ങൾ ഉപയോഗപ്പെടുത്തുക. ഒരു കലാപം ഉണ്ടാക്കുക, കച്ചറുണ്ടാക്കുക, അതിൻ്റെ ഇടയിൽ വിദ്യാർത്ഥികളുടെ ഫണ്ട് പോക്കറ്റിലിട്ടിട്ട് പോവുകയാണ്.